ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് നൽകും. വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്നതിലും അന്വേഷണം ഉണ്ടാകും. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ED അന്വേഷണം നീളുകയാണ്. 2021 വീണ ടി സോളസ് എന്ന പരസ്യ കമ്പനിക്ക് പണം കൈമാറിയതായി ED കണ്ടെത്തി. വീണ മറ്റൊരാളുടെ പേരിലെടുത്ത സിമ്മിലും കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ED. കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജറായ നന്ദുലാൽ എന്ന ആളുടെ പേരിലാണ് സിം കാർഡ് എടുത്തിരിക്കുന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. എന്നാൽ വരുന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് PA മുഹമ്മദ് റിയാസ് MLA പ്രതികരിച്ചു. സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തായാലും ഈ അന്വേഷണം അത് ഫെമ ചട്ടലംഘനത്തിലേക്ക് കൂടി പോകും എന്ന് ഉറപ്പായിരിക്കുന്നു. ആ രീതിയിലാണ് അന്വേഷണം നിലവിൽ പോകുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഫെമ ചട്ടലംഘനം കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന വിവരം. ഇതിൽ തന്നെ വീണ ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം കാർഡിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. കാരണം നന്ദുലാൽ എന്ന് പറയുന്ന DTPCയുടെ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് ഈ സിം കാർഡ് എടുത്തിരിക്കുന്നത്. ഈ സിം കാർഡ് താൻ മുഹമ്മദ് റിയാസിൻ്റെയോ ഒപ്പം തന്നെ വീണ ടിയുടെയും നിർബന്ധപ്രകാരമാണ് ആ സിം കാർഡ് എടുത്തത് എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എടുത്തു നൽകിയതെന്നായിരുന്നു നന്ദുലാൽ മൊഴി നൽകിയിരിക്കുന്നതും. ഈ സിം കാർഡ് ഉപയോഗിച്ച് വിദേശത്തേക്ക് ഇൻ്റർനെറ്റ് കോളുകൾ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അത് ഹവാല ഇടപാടിനോ അല്ലെങ്കിൽ പണം വിദേശത്തേക്ക് കടത്തുന്നതിനോ വേണ്ടിയാണ് ഈ സിം കാർഡിൻ്റെ സഹായം തേടിയിരിക്കുന്നത് അല്ലെങ്കിൽ സിം കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തലും. അതുകൊണ്ട് തന്നെ വീണ ടിയെ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെടുത്തി കൂടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വീണ ടിക്ക് ഇനിയും നോട്ടീസ് നൽകും. അത് അടുത്ത ആഴ്ചയായിരിക്കും ആ നോട്ടീസ് നൽകുക. കൂടാതെ 2021 മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന സമയത്ത് വീണ ടിയുടെ അക്കൗണ്ടിൽ നിന്നും സോളസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് പണം പോയിട്ടുണ്ട്. ആ പണം മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേണ്ടി ആണ് പണം നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CMRൽ നിന്ന് ലഭിച്ച പണമാണോ, ആ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രുചീഷ്. ശരി സഹിൻ, ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അത് മുഹമ്മദ് റിയാസിനെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED പോകും എന്ന് ED വൃത്തങ്ങൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട